അബൂബക്കർ സാറിന്റെ ഓർമ്മകളില്ലാതെ സിജിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഈ വരുന്ന നവംബർ 1-2 തീയതികളിൽ സിജിയം മുന്നേറ്റത്തിന്റെ 3 പതിറ്റാണ്ടുകൾ എന്ന ശീർഷകത്തിൽ നമ്മൾ സിജി ഡേ ആഘോഷിക്കുകയാണ്. മുമ്പ് സിജിയിൽ നടന്ന ഒരു പ്രോഗ്രാമിന്റെ വാലണ്ടറി ഫംഗ്ഷനിൽ അബൂബക്കർ സാറ് പങ്കെടുക്കേണ്ടിയിരുന്നു. പ്രോഗ്രാമൊക്കെ സെറ്റാക്കി ഞാൻ സാറിന്റെ റൂമിലേക്ക് സാറെ ക്ഷണിക്കാനായി പോയി. ആ സമയത്ത് സാറ് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പം സാറിന് കുറച്ച് ക്ഷീണമുള്ളതായിട്ട് എനിക്ക് തോന്നി. സാറോട് വാക്കിംഗ് സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് എന്റെ തോളിൽ കൈവച്ചിട്ട് നടന്നു, ഞാൻ പതുക്കെ നടക്കാന്ന് പറഞ്ഞു. സാറ് ചിരിച്ചുകൊണ്ട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രോഗ്രാമിന് സാറ് വന്നു, സാറ് സംസാരിച്ചു. വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചു. സാറ് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ച് ഞാൻ എന്റെ തോളിൽ കൈവപ്പിച്ച് പതുക്കെ സാറ് റൂമിലേക്ക് കൊണ്ടായിക്കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് നായരമ്പലത്തിലെ സാറെ വീട്ടില് സെയ്ദ് ഹാഷിം ഹദ്ദാദ് തങ്ങളുടെ കൂടെ ഞാൻ സാറെ സന്ദർശിക്കാൻ പോയി. ആ സമയത്ത് സാറ് ഈ ഒരു സംഭവം എടുത്തു പറയുകയുണ്ടായി. സാറിന് പറഞ്ഞു അന്ന് വല്ല ക്ഷീണത്തിലായിരുന്നു, ഞാൻ എങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സൂപ്പർ ഐഡിയ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞ് തങ്ങളോട് ഈ ഒരു സംഭവം പറയുകയുണ്ടായി. എനിക്ക് മനസ്സിലേറെ കുളിർമ വന്നു. ഒരു സാഹചര്യത്തിൽ സാറെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നിയതില്ല. സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു അപൂർവമായൊരു ഓർമ്മ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഈ വരുന്ന സിജി ഡേക്ക് അബൂബക്കർ സാറിന്റെ ഓർമ്മകളോട് തന്നെ എല്ലാവർക്കും സിജി ഡേ ആശംസകൾ നേരുകയാണ്. താങ്ക് യു. ജയ് ഹിന്ദ്.